ഭാരം കുറക്കുന്നതിന് വേണ്ടി ഫിറ്റ്നസ് സെന്റർ വന്ന് ജോയിൻ ചെയ്യുന്ന ആളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? എത്രയും പെട്ടെന്ന് ഒരു 15 കിലോ കുറയണം എന്നല്ലേ. അപ്പോൾ ആ ഒരു 15 കിലോ കുറഞ്ഞതിന് ശേഷം അവരുടെ മനസ്സിൽ വീണ്ടും അതന്നെ വരാം, വീണ്ടും ഒരു 10 കിലോ കുറയണം, അതായത് 60 കിലോനാവണം, 45 കിലോനാവണം എന്നുള്ള രീതിയിലാണ് അവർ വർക്കൗട്ട് തുടങ്ങി. എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു കൺസെപ്റ്റ്. ആ ഒരു രീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഷേപ്പുള്ളതോ അതുപോലെ തന്നെ ഭംഗിയുള്ളതൊന്നും ആവില്ല. നമുക്ക് അതുകൂടെ വേണ്ടേ. നമ്മുടെ സ്കെൽറ്റൽ മസിൽസിന് വർക്കൗട്ട് കൊടുക്കുമ്പോഴാണ് ശരീര ഷേപ്പുള്ളതും സ്ട്രെങ്ത് ഉള്ളതാവുക. അപ്പോൾ ഫിറ്റ്നസ് സെന്ററുകളിൽ ഈ 2 വർക്കൗട്ടുകൾ ഉണ്ടാവും. ആഴ്ചയിൽ 3 ദിവസം കാർഡിയോ വർക്കൗട്ട് ഉണ്ടാവും, അതിനുശേഷം സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഉണ്ടാവും. ഈ സ്ട്രെങ്തനിങ് വർക്കൗട്ട് നമുക്ക് നിർബന്ധമാണ്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ നിർബന്ധമാണ്. എന്നാലേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ ശരീരം ഷേപ്പുള്ളതാവുള്ളൂ. ആർക്കും ശരീരം വളരെ മെലിഞ്ഞ് കാണാൻ ഭംഗിയില്ലാത്ത ഒരു രീതിയിലേക്ക് ആവണം എന്നില്ല. അങ്ങനെ ആവണം എന്നില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കണം, അതേപടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു രീതിയിലുള്ള വർക്കൗട്ട് പകർത്തണം. അല്ലാത്ത രീതിയിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, മുട്ടുവേദന ഉണ്ടാവും. ചില ആളുകളൊക്കെ ട്രെഡ്മില്ലിൽ വന്നിട്ട് 30-35 മിനിറ്റൊക്കെ ഇങ്ങനെ ഓടുന്നത് കാണാം. അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം മുട്ടുവേദനയും ബാക്ക് പെയിനൊക്കെ വരുമ്പോഴാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാറ്. അപ്പോൾ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ നിങ്ങൾക്ക് നൽകിയ ആ ഒരു രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണവും വർക്കൗട്ടും ആയിട്ടല്ല പിന്നീട് നിങ്ങൾ പോകേണ്ടത്. കാരണം ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവൊന്നുമല്ല. ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ എനർജിയാണ്. ആ ഫാറ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കിഡ്നി, ലിവർ ഇതൊക്കെ സേഫ് ആവുന്നുള്ളൂ. അതിനൊക്കെ താങ്ങി നിർത്തുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് പാടെ കട്ട് ചെയ്ത ഒരു രീതി തെറ്റാണ്. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന ഫാറ്റിനെ പുറന്തള്ളാൻ മാത്രമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്.